ആദ്യത്തെ നോമ്പിൻ്റെ ദിവസം ഉച്ചയ്ക്ക് ശേഷം അടുക്കളയിലോട്ട് കയറിയതാണ്. ഇനി വേണം നോമ്പ് തുറക്കാനും അതുപോലെ തന്നെ രാവിലെ കഴിക്കാനുള്ളതെല്ലാം ഉണ്ടാക്കാനായിട്ട്. നോമ്പ് തുടങ്ങുന്നതിന് തലേദിവസം ഇവിടെ ചിക്കൻ ബിരിയാണി ആയിരുന്നു. അതുകൊണ്ട് മക്കൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ട് വല്ലതൊക്കെ ഉണ്ടാക്കിയാൽ മതിയെന്ന്. ക്യാബേജ് വാങ്ങിച്ചത് ഇരിപ്പുള്ളത് കൊണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട്. പിന്നെ കൈപ്പയ്ക്ക വറുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. ഇതിപ്പോ നോമ്പ് തുറക്കുമ്പോൾ കഴിക്കുന്നതല്ല കേട്ടോ, അടുത്ത ദിവസം രാവിലെ കഴിക്കാനുള്ളതാണ്. ബാക്കിയുള്ള ജോലികൾ കഴിയുമ്പോഴത്തേക്കും എരിവും ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ കൈപ്പയ്ക്ക ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് നിസ്കരിക്കാനും ഓതാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഇതെല്ലാം ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തീരെ സമയമില്ലാത്ത പോലെ തോന്നും. അതുകൊണ്ട് രാവിലത്തേക്കുള്ളതും വൈകുന്നേരം നോമ്പ് തുറക്കാനുള്ളതും ഒരുമിച്ച് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് വെക്കാറുണ്ട്. ചോറ് മാത്രം നോമ്പ് തുറന്നതിന് ശേഷമാണ് ഉണ്ടാക്കാറുള്ളത്. ക്യാബേജ് വേവാൻ എടുക്കുന്ന സമയം കൊണ്ട് കുറച്ചധികം വലിയുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സമൂസയ്ക്കായിട്ടുള്ള ഫില്ലിങ് ഉണ്ടാക്കാനാണ് കേട്ടോ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഉപ്പേരി കടുക് വറുത്തതിന് ശേഷം വേണം ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ആദ്യത്തെ നോമ്പായതുകൊണ്ട് ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ വിചാരിക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ സിമ്പിൾ ആക്കിയത് വളരെ നന്നായെന്ന്. ഉപ്പേരി നേരത്തെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ചീത്തയാവാതിരിക്കാനായിട്ട് നമ്മളിപ്പോൾ ഇതിലോട്ട് നാളികേരം ചിരവിയതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിപ്പോൾ സമൂസ ഉണ്ടാക്കാനുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കുകയാണ്. ഉള്ളിയെല്ലാം വഴറ്റി തണുത്തതിന് ശേഷം സമൂസ ഷീറ്റിൽ റോൾ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് കാര്യമായിട്ട് ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല. പള്ളിയിൽ നിന്ന് കഞ്ഞി വാങ്ങിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമൂസയും. നാട്ടിൽ നിന്ന് വരുമ്പോഴേ നല്ല നാടൻ നന്നായി സിറപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു അടിപൊളി സർബത്ത് ഉണ്ടാക്കി വെക്കണം. പിന്നെന്താ, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഡേറ്റ്സും, അത്ര തന്നെ ഉള്ളൂ ഇന്ന് നമ്മുടെ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ്. പൊരിച്ചെടുക്കുന്നതിനിടയ്ക്ക് ഞാൻ പോയിട്ട് പെട്ടെന്ന് നന്നാരി സർബത്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് സ്ട്രോബെറിയും ഗ്രേപ്സും വാട്ടർമെലനും ആണ്. സ്ട്രോബെറിയും ഗ്രേപ്സും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തണ്ണിമത്തൻ മുറിച്ചെടുക്കാം. ഇതിൽ സ്ട്രോബെറിയും ഗ്രേപ്സും ദിവസവും നമ്മൾ എടുക്കാറില്ലെങ്കിലും എല്ലാ ദിവസവും നോമ്പ് തുറക്കാനായിട്ട് തണ്ണിമത്തൻ നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും. ഇതെല്ലാം റെഡിയാക്കുമ്പോഴത്തേക്കും നോമ്പ് തുറക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. വേഗം പോയി നോമ്പൊക്കെ തുറന്ന് നിസ്കാരം മോതലൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിതാ ചോറ് വെക്കുന്നുണ്ട്. കൈപ്പയ്ക്ക പൊരിക്കാൻ നേരത്തെ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോഴാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. അങ്ങനെ ഇന്നത്തെ കുക്കിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക് യു.